ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കാവാലിപ്പുഴ ബീച്ചിലേക്കാണ്. ഞാനും അപ്പക്കുട്ടനും അപ്പോൾ കാവാലിപ്പുഴയിലേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നതിന് ശേഷം നിങ്ങളുമായി പങ്കുവെക്കാം. ഞങ്ങളിപ്പോൾ ഏകദേശം കാവാലിപ്പുഴ ബീച്ചിന് അടുത്തെത്തിയിരിക്കുകയാണ്. കാവാലിപ്പുഴ ബീച്ചിലേക്ക് പ്രവേശിക്കുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബർ തോട്ടത്തിന് നടുവിലൂടെ മനോഹരമായ തണലത്തോടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കൊച്ചു ബീച്ചാണ് കാവാലിപ്പുഴ ബീച്ച്. കിടങ്ങൂർ അമ്പലത്തിന്റെ മുൻവശം കണ്ടുള്ള വഴിയിലൂടെ കാവാലിപ്പുഴ ബീച്ചിലെത്തുക. ഇരുട്ടു പച്ചപ്പിലൂടെ കാണാം പച്ചപ്പളുങ്ക് നദിയിലെ ജലം. അപ്പു ഇവിടെ നോക്കിയേ. സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? ഇവിടെ നോക്കിയേ ഒന്ന്. ഓക്കേന്ന് പറ. കൈ കൊണ്ട് കാണിക്കോ? ഓക്കെ. ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയുണ്ട്. ഇനി വരണോ? ഇനി പറഞ്ഞോടാ. അപ്പൊ ഇനിയും പറഞ്ഞോ? ഇവിടെ ഇനിയും പറഞ്ഞോ? ഓക്കേ. മീനച്ചിലാർ റാ ആകൃതിയിൽ വളഞ്ഞൊഴുകുന്ന ഇടമാണ് കാവാലിപ്പുഴ ബീച്ച്. ഒരുപാട് മണൽ കുന്നുപോലെ കൂടിക്കിടക്കുന്നത് കൊണ്ടാകാം ഇതിനെ ബീച്ച് എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. 2018 പ്രളയത്തിന് ശേഷം പ്രകൃതി തന്നെ സമ്മാനിച്ച ഒരു വരദാനമാണ് കാവാലിപ്പുഴ ബീച്ച്. കാവാലിപ്പുഴയുടെ തീരത്തുകൂടി ഏകദേശം ഒരു 200ഓളം മീറ്റർ നമുക്ക് നടക്കാൻ സാധിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് പോകരുതെന്നും അവിടെ ചെളിയാണെന്നും അതുപോലെ തന്നെ ആറിന് കുറുകെ നീന്തിക്കിടക്കാൻ ശ്രമിക്കുകയും ചെയ്യരുതെന്നും അവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പു വെള്ളത്തിൽ ഫിഷ് ഉണ്ടോ? എന്ത് ഫിഷ് കാണിച്ചേ. അതിൻ്റെ അകത്തുണ്ടോ? എത്ര ഫിഷ് ഉണ്ട്? ഫിഷ് ഉണ്ടോ അവിടെ? ഓക്കെ. അപ്പൊ ഫിഷിന് ഇഷ്ടാണോ? അപ്പൊ ഫിഷിന് ഇഷ്ടാണോ? ആ, മുള്ളുണ്ടോ? അപ്പൊ മുള്ളില്ലാതെ ഫിഷ് കഴിക്കണം. മുള്ളില്ലാതെ മുറിച്ചിട്ട് തിന്നണം. അതെ 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 അതെ. ഫിഷിന് ഇഷ്ടമാണോ അപ്പൂനെ? മാമൻകുട്ടി കഴിക്കാൻ ഇഷ്ടമാണോ? ഇവിടെ നോക്കി ഫിഷ് നോക്കി. ഇവിടെ കാവാലിപ്പുഴയുടെ തീരത്തുകൂടി ഏകദേശം ഒരു 200ഓളം മീറ്റർ നമുക്ക് നടക്കാൻ സാധിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് പോകരുതെന്നും അവിടെ ചെളിയാണെന്നും അതുപോലെ തന്നെ ആറിന് കുറുകെ നീന്തിക്കിടക്കാൻ ശ്രമിക്കുകയും ചെയ്യരുതെന്നും അവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്.
ഞങ്ങൾ എത്തിയത് ഏകദേശം ഒരു ഉച്ച സമയം കൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിലും നല്ല ചൂടും ഉണ്ടായിരുന്നു. നിങ്ങൾ വരുവാണെങ്കിൽ ഏകദേശം ഒരു 4 മണിക്ക് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല തണലും, അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് താനും. അപ്പോൾ അവർക്കും ഒരിക്കലും അത് ഒരു വിരക്തിയായി തോന്നുകയില്ല. അവർക്ക് എൻജോയ് ചെയ്യാൻ അത്യാവശ്യം സമയം കിട്ടും. തണലും കാര്യങ്ങളുണ്ട്, അവർ മടുക്കത്തില്ല. അതുപോലെ അവരെ കാത്ത് ഊഞ്ഞാലുകൾ ഇവിടെ 3-4 ഊഞ്ഞാലുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ വരാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഞാനിവിടെ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയതുമായ കാര്യം മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഒരുപറ്റം നാട്ടുകാർ ചേർന്നാണ് ഈ ബീച്ച് ഇത്രയും വൃത്തിയായി കാത്തു പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദിവസവും ഒരുപാട് സഞ്ചാരികൾ ഇവിടെ ഈ ബീച്ചിൽ എത്തിച്ചേരാറുണ്ട്, നമ്മുടെ കാവാലിപ്പുഴ ബീച്ചിൽ എത്തിച്ചേരാറുണ്ടെന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ പലരും പറഞ്ഞു. അവരെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളുമെല്ലാം അവർ തന്നെ പ്രദേശവാസികൾ അത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുകയും തങ്ങൾക്ക് വരദാനമായി കിട്ടിയ കാവാലിപ്പുഴ ബീച്ചിനെ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. ഹലോ ചേട്ടാ. ഹലോ. എന്താണ് ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് റോയ് മലയിൽ. റോയ് മലയിൽ. ഓക്കെ. ഇവിടെ ഈ നാട്ടുകാരൻ തന്നെയാണോ? ഇവിടെ തന്നെ, ഇത് തന്നെ പുറകെ കാണുന്നതാണ്. ഇതാണ് ചേട്ടന്റെ വീടല്ലേ? ഓക്കെ, ഇതാണ് ചേട്ടന്റെ വീട്. ഒരു പാർക്കിംഗ്, ഒരു ചെറിയ കട. ഓക്കെ, കൊള്ളാം. വളരെ മനോഹരമായിരിക്കുന്നു കേട്ടോ. ഈ കാവാലിപ്പുഴ ബീച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടോ? പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും മുൻകൈ എടുത്താണല്ലോ ഇതായത്. 2018. അത് ശരി. പണ്ട് നല്ലപോലെ മണലുണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ ബീച്ച് ഉണ്ടായതിന്റെ ഒരു ചരിത്രം ഒന്ന് പറയാമോ, എങ്ങനെ ഉണ്ടായെന്നുള്ളത്? ചരിത്രം എന്ന് പറഞ്ഞാൽ ചരിത്രം പറയുമ്പോൾ അതിന് മുമ്പിലത്തെ കാര്യങ്ങളും പറയണം. ഒരു 10, 20, 30 വർഷം മുമ്പ് നല്ല മണലായിരുന്നു. അത് ശരി. ഓക്കെ. ഇവിടുന്ന് നടന്ന് നമ്മൾ അമ്പലത്തിന്റെ അവിടെ വരെ നടന്നു പോയായിരുന്നു. ഓ ശരി. ഇപ്പം ആകെ നടക്കാൻ പറ്റുന്ന ഒരു 100-200 മീറ്റർ മാത്രമേ ഉള്ളൂ. അതെല്ലേ? ഓക്കെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മണല് വാരിപ്പോയതാണ്. അത് ശരി. മനുഷ്യൻ തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് മനുഷ്യൻ ചെയ്തതിന്റെ പേരിൽ പ്രകൃതിയായിട്ട് കുറച്ച് നമുക്ക് തിരിച്ചു തന്നു 18 പ്രളയത്തില്. അത് ശരി. ഓക്കെ. കുറെ മണൽ വന്നടിഞ്ഞു. അന്ന് 17 വരെ നമുക്ക് ആ മണൽ കിടക്കുന്നതിന്റെ എല്ലാം കുറച്ചുകൂടെ ഒരു 10-30 മീറ്റർ ഇപ്പുറം വരെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ചെളിയായിരുന്നു. അത് ശരി. ഓക്കെ. വള്ളം കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വേലി 10 നാട്ടുമായിരുന്നു. പ്രായമുള്ളവർ പോവായിരുന്നു. അത് ശരി. ഇടിച്ച് നടക്കാൻ എന്ന് പറഞ്ഞാൽ ചെളിയായിരുന്നു. ഓക്കെ. അത് ആ വെള്ളപ്പൊക്കത്തോടുകൂടി മണൽ അതിന്റെ മുകളിൽ, ആ ചെളിക്ക് മുകളിൽ കുറെ മണൽ വന്നു. ഇങ്ങനെ ഒരു ബീച്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ചിലർ ഓർക്കും ഇതിനകത്ത് മുഴുവനും മണലായിരിക്കും. അടി മുഴുവനും ഇല്ല, ഒരു 2 അടി 3 അടി താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ചെളിയാണല്ലേ? ഓക്കെ. പണ്ടുണ്ടായിരുന്നെല്ലാം വാരി പോയതാ. ചുഴികളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചുഴികളൊന്നുമില്ല. നമുക്ക് ആകെ ബീച്ചിലായിട്ടുള്ള ഇറങ്ങാൻ പറ്റുന്ന ഏക സേഫ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു 100-200 മീറ്റർ മാത്രം സേഫ് ആണല്ലേ? സേഫ് ആണ്. കാരണം പെട്ടെന്നുള്ള കുഴിയില്ല, അടിയൊഴുക്കില്ല, ഇടിമണലില്ല. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ ശരിക്കും കാണാം, ആ മണല് കാണുന്നില്ല ഉള്ളില്. അവിടെ എന്ന് പറഞ്ഞാൽ മുട്ടോളം വെള്ളമേ ഉള്ളൂ. അത് ശരി. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മുട്ടോളം വെള്ളം, അരയോളം വെള്ളം, ചങ്കോളം വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിന്ന് കുളിക്കുക. അക്കരയ്ക്ക് നീന്താൻ പാടില്ല, ഇങ്ങനെ നിന്ന് കുഴപ്പമില്ല. ഞായറാഴ്ച ദിവസങ്ങളിലെല്ലാം ഒരുമാതിരിപ്പെട്ട സമയങ്ങളൊക്കെ ഇഷ്ടംപോലെ ഫാമിലീസ് വന്ന് പല സെക്ഷനായിട്ട് കുളിക്കും, പിള്ളേരെ നീന്തൽ പഠിപ്പിക്കും. ആകെ ഇറങ്ങാൻ പറ്റിയ സേഫ് ആയിട്ടുള്ള സ്ഥലം ഇതേ ഉള്ളൂ. സേഫ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നീന്തി പോവുക എന്ന് പറഞ്ഞാൽ അതും പറയേണ്ട കാര്യമില്ല. തീർച്ചയായും. എങ്കിലും പക്ഷെ നമുക്ക് അടി കാണാവുന്നതിന്റെ പേരില്, മണലായതിന്റെ പേരിൽ നമുക്ക് ധൈര്യമായിട്ടിരുന്ന് കുളിച്ച് കുടുംബമായിട്ടൊക്കെ നല്ല ആസ്വദിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കാണ്. ഇപ്പം വെക്കേഷൻ, ഇപ്പൊ പരീക്ഷ അതിന്റെ പേരിലും പിന്നെ ഈ ചൂട് 4 മണി കഴിഞ്ഞാലാണ് കൂടുതൽ ഫാമിലി ഇറങ്ങുന്നത്. പിന്നെ ഞായറാഴ്ച 4 മണിക്ക് ശേഷം ഇവിടെ അത്യാവശ്യം നല്ല തണലും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ ആൾക്കാർക്ക് വരാം. ഓക്കെ. അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ ഈ കടയിൽ വരിക. ഇവിടെ അത്യാവശ്യം നാരങ്ങാവെള്ളം കാര്യങ്ങളും സോഡായും എല്ലാം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നമ്മുടെ റോയ് ചേട്ടനുണ്ട്. പിന്നെ ചേട്ടൻ നമ്മുടെ ഇവിടെ ഫുഡ് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു കേട്ടു, ഒരു ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. 916 വെളിച്ചെണ്ണ. അതായത് വീട്ടിൽ എന്ത് ഉപയോഗിക്കുന്നു അതേ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ശരി. ഓക്കെ. മുളകാണേലും നമ്മൾ മേടിച്ച് കഴുകി ഉണക്കി പൊടിക്കുന്നു. അത് ശരി. ഓക്കെ. അത് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നു. പിന്നെ കാപ്പിപ്പൊടിയാണ് നമ്മുടെ കാപ്പിപ്പൊടി നമ്മൾ തന്നെ അത് കുറച്ചുകൂടെ ചുക്ക് കാപ്പിയാണ് കൊടുക്കുന്നത്. അത് ശരി. നമ്മുടെ വീട്ടിൽ എന്ത് കഴിക്കുന്നു അത് മാത്രമാണ് കിടക്കുന്നത്. അല്ലാതെ കടയിലൊന്നും വീട്ടിലൊന്നും ആ ഒരു ഇതില്ല. വെളിച്ചെണ്ണ കുടുംബം പോലെ തന്നെയാണ് വരുന്നത്. തീർച്ചയായിട്ടും. കാരണം ലൈവായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കണം. ബജിയൊക്കെ ഉള്ളതാണ്. അത് ശരി. ഇപ്പൊ വെക്കേഷനൊക്കെ അയക്കുമ്പോഴത്തേക്കും നമ്മൾ ബജി കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഇപ്പം ആളില്ലെങ്കിൽ നമുക്ക് തുറക്കാൻ പറ്റില്ല. അത് ശരിയാ. മിനിമം 1 കിലോ വെളിച്ചെണ്ണെങ്കിലും ചൂടാക്കണ്ടേ? തീർച്ചയായിട്ടും. വൈകിട്ട് ഒരു 4 അങ്ങനെ ഉണ്ടാക്കി വെച്ചാലും വേസ്റ്റ് ആയി പോകത്തുള്ളൂ. നമ്മൾ പിന്നെ ഉപയോഗിക്കത്തുമില്ലല്ലോ. അതാണ് ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞാലോ. അതിനകത്ത് മെയിൻ കാര്യം എന്ന് വെച്ചാൽ 4 അല്ലെങ്കിൽ 5 മണി മുതൽ ഒരു 8 മണി വരെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു. ഈ വെളിച്ചെണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ആ സമയത്ത് നമുക്ക് ആരും കസ്റ്റമർ വന്നില്ലെങ്കിൽ അപ്പോൾ അതുവരെ കുഴച്ച് വെച്ച സാധനം എല്ലാം വേസ്റ്റ് ആവും. പിന്നെ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കി വെക്കില്ല. കസ്റ്റമർ വന്ന് അവരുടെ മിന്നലാണ് സാധനം കുക്ക്. ഫ്രഷ് ആണ്, ഫ്രഷ് കുക്കിംഗ്. അത് മാത്രമേ ഉള്ളൂ.
ഓക്കെ. പിന്നെ തൃണാതെന്ന് ഈ വെളിച്ചെണ്ണ എല്ലാവരും വന്നപ്പോഴും ചോദിക്കും എന്താ കുക്ക് ചെയ്യാതെ കാരണം അവർക്ക് താല്പര്യം വെച്ചാൽ ഒന്ന് വെളിച്ചെണ്ണയിൽ കിട്ടുന്നു, ഫ്രഷ് ആയിട്ട് കിട്ടുന്നു. ഓക്കെ. അതും ചീപ്പ് റേറ്റ് 10 രൂപയ്ക്ക്. 10 രൂപയ്ക്ക്. ഓക്കെ. പിന്നെ അവർ തീർച്ചയായിട്ടും ആൾക്കാർ ആലോചിക്കുമല്ലോ വെളിച്ചെണ്ണ കുക്ക് ചെയ്ത് കിട്ടാൻ. തീർച്ചയായിട്ടും. എന്തായാലും ഈ വെക്കേഷനിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു. കോട്ടയത്ത് നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ ഏകദേശം ഒരു 19-20 കിലോമീറ്റർ യാത്ര ചെയ്താൽ കാവാലിപ്പുഴ ബീച്ചിലെത്താം. അതിസുന്ദരമായ തെളിനീരൊഴുകുന്ന നദിയുടെ മാറിലൂടെ ഒരു നല്ല യാത്രയുമാകാം. നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.